ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പച്ചമുളക് കൃഷിയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കുറച്ച് ടിപ്സ് ആണ്. ഇപ്പം പച്ചമുളക് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും പാചകത്തിന് വേണ്ടുന്ന ഒരു സാധനമാണ് പച്ചമുളക്. ഇനിയൊരു ഇപ്പോഴത്തെ ചൂടുകാലം എന്ന് പറഞ്ഞാൽ ഒരു മോര് നമ്മളൊരു സംഭാരം പോലെ ആക്കണമെങ്കിൽ അതിനും വേണം ഒരു പച്ചമുളക്. നമ്മൾ ഈ വിഷമടിച്ച പച്ചമുളക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊരു മുളക് നമ്മൾ നട്ട് വളർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മുളക് പറിച്ച് ഒടിച്ചിട്ടാലും മതി, നമുക്ക് അത്യാവശ്യം എരിവ് കിട്ടും. മാത്രമല്ല വിഷമില്ലാത്ത ആഹാര സാധനങ്ങൾ നമുക്ക് കഴിക്കാനും പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഈ മുളകിൻ്റെ വിത്തുകളൊന്ന് പാകി വെക്കാം. ഇപ്പം പച്ചമുളകിൻ്റെ വിത്തുകൾ വാങ്ങിക്കാനില്ലാത്തവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിക്കാൻ സൗകര്യം ഇല്ലാത്ത ഉള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു പഴുത്ത മുളക്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന വറ്റൽ മുളകില്ലേ, അതിൻ്റെ വിത്തുകളായാലും മതി. ഇത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. അപ്പം നമ്മൾ പോട്ടിംഗ് മിക്സിലേക്ക് നമ്മുടെ സാധാരണ മണ്ണാണേലും മതി. ഞാനിപ്പോൾ ഈ ടെറസെ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിനാവശ്യമായ മണ്ണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുവാണല്ലോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പലയിടത്തായിട്ട് ഈ വിത്തുകളെ ഇട്ടിട്ട് ഇതുപോലെ വിത്ത് ഇട്ടതിന് ശേഷം ഞാൻ ഇടുന്നത് ചകിരിച്ചോറാണേ. ചെറിയ അളവിൽ കല്ലൊന്നും ഇല്ലാത്ത മണ്ണിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെള്ളം തളിച്ച് വെക്കും. ഇങ്ങനെ വെള്ളം തളിച്ച് വെച്ചാൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ, ഇപ്പം ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുളകല്ലേ, അപ്പോൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മുള വരും. ഇത് അതുപോലെ നമ്മൾ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മളിവിടെ കൊടുക്കുന്ന മാലിമുളകിന്റെ വിത്തുകളാണിത്. ഇത് മാലിമുളക് ചുവപ്പാണ്, മാലിമുളക് മഞ്ഞയും എല്ലാം കിളുക്കുന്നതാണ്. എല്ലാം അതൊക്കെ ഞാൻ മാറ്റി നട്ടു. ഇത് നമ്മൾ മാറ്റി നട്ടിരിക്കുന്ന ഒരു ചെടിയാണ്. അപ്പം മുളകിന്റെ ചെടി മാറ്റി നട്ട് ചുവട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതുപോലെ നമ്മൾ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കി, ഇതിപ്പോൾ ഏത് ചെടിക്കായാലും നല്ല വളർച്ച കിട്ടണമെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ മണ്ണിളക്കി, ഈ കളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങ് മാറ്റിക്കളയാം. കള നമുക്കിന്നൊരു ശല്യമല്ല, കള നമുക്കിന്നൊരു അനുഗ്രഹമാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. ഈ പുല്ലും കാടും എല്ലാം വെച്ചിട്ട് നമ്മൾ നല്ല സൂപ്പർ വളം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഈ ചുവട്ടിലോട്ടുണ്ടല്ലോ, ചുവട്ടിലോട്ട് നമുക്ക് ഈ ഇളകിയ മണ്ണിനെ ഒന്നിച്ചിരി കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. വളം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളിത് ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലുപൊടിയുടെ ആവശ്യമുള്ളൂ. ഈ എല്ലുപൊടിയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നന്നായിട്ട് പെട്ടെന്ന് വളർച്ച കിട്ടാനും പൂക്കളുണ്ടാക്കാനും വേരുകൾ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് എല്ലുപൊടി. ഈ എല്ലുപൊടിയുടെ കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ 1-2 പിടി ചാരമാണേ. കണ്ടോ, ഇത് നല്ല പോലെ കൂട്ടി ഇളക്കിയിട്ട് ഈ ചെടിയുടെ തണ്ടയിൽ മുട്ടാതെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുക്കും. കണ്ടോ, ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിത് കുറച്ച് ചാണകപ്പൊടിയാണ്, കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇടുന്നത് നമ്മുടെ മണ്ണാണേ. മണ്ണെന്ന് വെച്ചാൽ നമ്മുടെ പോട്ടിംഗ് മിക്സ്. ഞാനിവിടെ മിക്സ് ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണ് കിട്ടുന്ന പറമ്പാണെങ്കിൽ അവിടുത്തെ മണ്ണിനെ നേരിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന വളം എന്ന് പറയുന്നത് നമ്മൾ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും മുളകിന് ചെയ്യണം. എങ്കിലേ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടത്തുള്ളൂ. പെട്ടെന്ന് പൂവുണ്ടാകുകയും ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിലുള്ള വളം നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് കുറച്ചും കൂടെ പ്രായമായ ചെടിയാണേ. അപ്പോൾ കുറച്ചും കൂടെ പ്രായമായ ചെടികൾക്കും നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ചുവടിളക്കി, ഞാനിപ്പോൾ ആ ചെടിക്ക് ചെയ്ത് കാണിച്ചില്ലേ, അതേപോലെ വളം ഇടണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വളം ഇട്ടിട്ട് കാണിക്കാം. പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അത് ഞാൻ ഈ വളം ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ വളവിട്ട് അതിന് മുകളിൽ മണ്ണിട്ടതിന് ശേഷം ഇതുപോലെ പ്രായമായ ചെടികളാണെങ്കിൽ ഇതുപോലെ കുറച്ച് ജൈവ സ്ലറിയും കൂടെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എല്ലാ പ്രായത്തിലുമുള്ള മുളക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വളമാണേ. അത് വളമായും കീടനാശിനിയായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ടോ, നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ്. ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചില്ലി ജാസ്മിൻ ഫിഷ് അമിനോ ആസിഡ് എന്ന് സെർച്ച് ചെയ്താൽ നല്ല എളുപ്പത്തിൽ നല്ല അരിഷ്ടം പോലെ ഇരിക്കുന്ന നല്ല സൂപ്പർ വളമാണ് ഇത് കേട്ടോ. എത്ര നാൾ വേണേലും നമുക്കിതിനെ സൂക്ഷിച്ചു വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് 1 ലിറ്ററോളം വെള്ളം ഒഴിക്കണം കേട്ടോ. 5 മില്ലിക്ക് 1 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അങ്ങനെ നല്ല പോലെ കലക്കി എടുത്തതിന് ശേഷം ഇതിനെ അരിച്ചെടുക്കണം. ഇനി നമുക്കിത് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ചെറിയ ചെറിയ തരി പോലുള്ളതൊക്കെ കാണും. കണ്ടോ, നമ്മൾ ഫിഷ് അമിനോ ആസിഡ് എടുത്തതാണ്. കാര്യമായ തരി ഒന്നും തന്നെ അതിനകത്തില്ല.
ഇനി നമുക്കിതിനെ ഒരു കുപ്പിയിലേക്ക് എടുത്തിട്ട് സ്പ്രേ ചെയ്യണം. ഇനി നമുക്ക് ദേ ഈ ചെടിയിലോട്ട് ഏതാണോ നമ്മുടെ മുളകിൻ്റെ ചെടി അതിലോട്ട് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ഇലകളിലും തണ്ടിലും ഒക്കെ വീഴുന്ന പാകത്തിന് നമുക്കിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ചെറിയ ചെടികൾക്കും കൊടുക്കാം, വലിയ ചെടികൾക്കും കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് പൂക്കൾ വരാനും ഉള്ള പൂക്കൾ കൊഴിഞ്ഞു പോകാതെ മുഴുവനും കായായി മാറാനും സഹായിക്കുന്ന ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അതുപോലെ തന്നെ ഇതൊരു നല്ല കീടനാശിനി കൂടെയാണ്. ഇപ്പം ചെറിയൊരു മണത്തിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, ആ മണത്തിൻ്റെ വ്യത്യാസം കൊണ്ട് കീടങ്ങൾ വരാതിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് ഈ ഫിഷ് അമിനോ ആസിഡ് കേട്ടോ. നല്ലൊരു വളവുമാണ്, അതിനൊപ്പം നല്ലൊരു കീടനാശിനിയാണ്. അതുപോലെ പല പല ഉപകാരങ്ങളുള്ളതാണ് നമുക്ക് ഫിഷ് അമിനോ ആസിഡിനെ കൊണ്ട്. പച്ചമുളക് കൃഷി ചെയ്യുന്നവരുടെ എല്ലാം ഒരു പരാതിയാണ് വെള്ളീച്ച വന്ന് ചെടി നശിപ്പിക്കുന്നു. വെള്ളീച്ച വന്ന് കണ്ടമാനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ കൂടിപ്പോയാൽ അത് ചെടിയുടെ ഇലകളെയെല്ലാം പഴുത്തുണങ്ങുന്നത് പോലെ അവരുണങ്ങി താഴെ പോകും. അതുപോലെ കാ പിടിക്കാതാകും, ചെടി മുരടിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളും വെള്ളീച്ച ഉണ്ടാക്കും. അപ്പം വെള്ളീച്ചയുടെ ശല്യത്തിന് നമുക്ക് പച്ചമുളകിൻ്റെ ചെടിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, വെള്ളീച്ചയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായ ചിലവൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഇത് നമ്മുടെ എല്ലാ വീടുകളിലും തന്നെ അടുക്കളയിലുള്ള വിനാഗിരിയാണ്. ഈ വിനാഗിരിയുടെ ഒരു സ്പൂണ്, ആ ഒരു സ്പൂൺ എടുത്ത്, ഇത് ഏകദേശം 1 ലിറ്റർ പച്ചവെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ വിനാഗിരി ചേർത്തിട്ട് നല്ല പോലെ ഷെയ്ക്ക് ചെയ്ത് ഈ ചെടിയുടെ ഈ വെള്ളീച്ച പറ്റി പിടിച്ചിരിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് ചെടിയുടെ ഇലകളുടെ അടിയിൽ, അവിടെയാണ് സാധാരണ വെള്ളീച്ച പറ്റി പിടിക്കുന്നത്. അപ്പോൾ ആ ചെടിയിലോട്ട് സമൂലം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടമാനം വെള്ളീച്ച വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തിൻ്റെ ഇടവേളകളിൽ ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കിന് ഇത് മാറിക്കിട്ടും. പിന്നെ നമ്മൾ വെള്ളീച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ 1 ദിവസം ഈ വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാ തരത്തിലുള്ള കീടങ്ങൾക്കും നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ 1 ദിവസം ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് മുളകിനായാലും വഴുതനയ്ക്കായാലും ഒക്കെ നല്ലതാണ്. ബിവേറിയ ഇല്ലാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കീടം പിടിച്ചു പോയാലും നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് വെള്ളീച്ചയുടെ ശല്യം പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇതേ ചെടിയിൽ വെള്ളീച്ചയുടെ ശല്യം ഉള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കുവാണ്. ഇലകളുടെ അടിയിലേക്ക് വേണം നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിളവെടുക്കാറായതാണെങ്കിൽ വിളവെടുത്തതിന് ശേഷം മാത്രമേ ഫിഷ് അമിനോ ആസിഡ് അതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. ചിലപ്പോഴേ എന്തെങ്കിലും അതിൻ്റെ മണത്തിൻ്റെയൊക്കെ താല്പര്യം ഇല്ലാത്ത ഒരാളുകളാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട, അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം ഫിഷ് അമിനോ ആസിഡ്, ബിവേറിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്താലും നമ്മൾ വിളവെടുത്ത് കഴിയുമ്പോൾ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പം അതിൻ്റെ കാര്യം മാറിക്കിട്ടും. ഇനി നമുക്ക് നമ്മുടെ കായ്ച്ചു നിൽക്കുന്ന പച്ചമുളകിൻ്റെ ചെടിയൊന്ന് കാണാം, എന്നിട്ട് അതിലെ വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് വരാവേ. ബാ, ഇത് നമ്മുടെ ഒരു പച്ചമുളകിൻ്റെ ചെടിയാണേ. ഇത് കണ്ടോ നിങ്ങൾ, മുളക് നിൽക്കുന്ന കണ്ടോ? അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വന്ന് ഇതേന്ന് തന്നെ പറിച്ചുകൊണ്ട് പോയപ്പോഴും നിങ്ങളെ കാണിച്ചതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മുളകൊന്ന് വിളവെടുക്കാം. ഈ പച്ചമുളകിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാകമാകുന്നതിനനുസരിച്ച് നമ്മൾ വിളവെടുത്ത് മാറ്റണം, എങ്കിലേ മുളക് വീണ്ടും വീണ്ടും കായ്ക്കത്തുള്ളൂ. നമ്മൾ ചിലപ്പോഴാണെങ്കിൽ കാണാനുള്ള സന്തോഷത്തിനും അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കുറഞ്ഞു പോയിട്ടും ഒക്കെ നമ്മൾ മുളക് ചെടിയെ നിർത്തിയേക്കാറുണ്ട്. അങ്ങനെ വരുമ്പം വീണ്ടും വീണ്ടും കായ്ക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പം ഞാനിതെല്ലാം ഈ ചെടിയിലെ ഈ ഒരെണ്ണത്തിലേത് നമുക്കൊന്ന് വിളവെടുത്തിട്ട് ഞാൻ കാണിക്കാവേ. അത്യാവശ്യമുള്ളതെല്ലാം ഞാനങ്ങ് പറിച്ചെടുക്കുവാണ്. ഇതിന് മുമ്പേ ഞാൻ പറിച്ചുകൊണ്ട് പോയി ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചു വെച്ചത് ഏകദേശം തീരാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബാക്കിയും കൂടെ വിളവെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പച്ചമുളക് പറിച്ചപ്പം ഇനി അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ഇത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം വിളഞ്ഞതെല്ലാം കൂടെ അങ്ങോട്ട് പറിച്ചെടുക്കുവാണെങ്കിൽ കണ്ടോ ഇത്രയും പച്ചമുളക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു മുളകുണ്ട്, അതിലേയും കൂടെ പറിച്ചിട്ട് വരാം. കാരണം അത് പറിച്ചിട്ട് അങ്ങോട്ട് തീർന്നോട്ടെ. അപ്പം അതെ ഇത് കാണുന്നുണ്ടല്ലോ, ഞാനിതെല്ലാം കൂടെ അങ്ങോട്ട് വിളവെടുക്കുവാണേ. കണ്ടോ, ഞെടുപ്പ് നമ്മളെ പിടിച്ചിട്ട് വേണം വിളവെടുക്കാൻ, അല്ലെങ്കിൽ ചെടിയുടെ തണ്ട് ഒടിഞ്ഞു പോകും. അപ്പം തണ്ട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ശിഖരങ്ങൾ വന്നു കഴിയുമ്പോഴല്ലേ പൂ വരുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇത്രയും മുളക് നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ഈ മുളക് എങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ അതറിയാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാനിത് കാണിച്ചു തരാം. ഇതേപോലെ മുളക് കിട്ടുമ്പോൾ ഇത് കുറേ ദിവസത്തേക്കിന് ഉപയോഗിക്കാനുള്ള മുളകുണ്ട്. അപ്പോൾ ഈ മുളക് തീരുമ്പോഴത്തേക്കിന് നമ്മുടെ മുളക് ചെടിയിൽ വീണ്ടും ഇത്രയും തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കും. അതുപോലെ മുളക് വിളവെടുത്താൽ മാത്രം പോരാ, അതിൻ്റെ ചോട്ടിലേക്ക് നമ്മൾ കൊടുക്കാനുള്ളതും കൃത്യമായിട്ട് കൊടുക്കണം. വിളവെടുക്കാൻ മാത്രം വന്നാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മുളകാണ് നമ്മൾ വിളവെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങൾ കൂടെ വിളവെടുക്കാനുണ്ട്, അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. ഇത് നമ്മൾ അന്ന് വിളവെടുത്തത് ഈ കുറ്റിയെന്നാണ് കേട്ടോ.
ഇത് അടുത്തതാണേ. അപ്പം ഞാൻ ഇതും കൂടെ അങ്ങോട്ട് വിളവെടുക്കുക. ഇതിൻ്റെ ഈ ഒരെണ്ണം മതി നമുക്ക് നല്ല സുഖമായിട്ടൊരു തോരൻ വെക്കാനുള്ളത് കിട്ടും. കണ്ടോ, ഇത്രയും ഇലകളുണ്ട് അതിനകത്ത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നതാണ് ദേ പാലക്കിൻ്റെ വിത്ത് പാകുന്നത് കേട്ടോ. ഇത് ഇവിടുത്തെ ഉണങ്ങിപ്പോയിരിക്കുന്നുണ്ടോ, അത് ഈ വെള്ളം കൂടിയിട്ടാണ്. പക്ഷേ ഇതിനകത്ത് വേറെ വിത്തുകൾ കാണും, അവർ കിളുത്തു വന്നോളും. ഇത് 2 എണ്ണം ഇതേപോലെ പോയിട്ടുണ്ട്. അത് ഈ ചീരത്തൈ കിളുക്കുമ്പോഴും ഇങ്ങനെ തന്നെ പ്രശ്നം വരുമല്ലോ. നമ്മൾ അന്ന് മുറിച്ചതാ, അതെ ഇത് കണ്ടോ, ഇത് വീണ്ടും വീണ്ടും കിളുത്തും തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് തക്കാളി നിൽപ്പുണ്ടേ. അപ്പം ഞാൻ ആ തക്കാളിയും കൂടെ ഒന്ന് വിളവെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും തക്കാളി നമുക്ക് വിളവെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടേ. കണ്ടോ, ഇനി നമുക്ക് 2-3 പേരയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. പേരയ്ക്ക ഒന്നും ശരിക്കും പറഞ്ഞാൽ തിന്നാൻ പറ്റുമായിരിക്കും, പക്ഷെ പഴുത്തിട്ടില്ല. ഇഷ്ടം പോലെ കൊള്ളുന്നുണ്ട്. നീ ഇന്നലെ തൊട്ടപ്പോഴേ പറഞ്ഞു പോന്നോ? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയല്ലേ, മൽബറി എനിക്ക് ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ കിട്ടുന്ന വളരെ ചുരുക്കമാണ്. കണ്ടോ കണ്ടോ, കിളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരം ഇത്, സൂപ്പറാ. ഇത് അത്രയും പഴുത്തിട്ടില്ലേലും ഇതിൻ്റെ മധുരമായിരിക്കും. അതെ കണ്ടോ, ഇതുണ്ടോ നീളം. ഇതെല്ലാവരും മാറി മാറി പറിച്ചെടുത്ത് തീർത്തിട്ട് ഇനി അവസാനം കിടക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. 2-3 ബേറാപ്പിളുണ്ടേ. ഇത് നല്ല കറക്റ്റാ, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. പറിച്ച് തീർത്തേക്കാം അല്ലേ. കണ്ടോ, ഇത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തോട്ടിട്ടാൽ താഴെ വീണ് പോവും. അപ്പോൾ അത് ഇത്രയും ബേറാപ്പിൾ കിട്ടി കേട്ടോ. നല്ല കിടുക്കാച്ചി സാധനം കേട്ടോ ഇത്. നല്ല. അപ്പോൾ നമ്മളിത് ഇത്രയും സാധനം വിളവെടുത്തിട്ടുണ്ട്. ഇത് ബേറാപ്പിളാണ്, സൂപ്പർ സാധനം കേട്ടോ. അപ്പം പച്ചമുളകിൻ്റെ കൃഷി ചെയ്യുന്നവരെല്ലാം ഞാനിന്ന് പറഞ്ഞു തന്ന പോലുള്ള കാര്യങ്ങളൊക്കെ പച്ചമുളകിൻ്റെ കൃഷിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെ പച്ചമുളക് നിങ്ങൾക്കും വിളവെടുക്കാനായിട്ട് കിട്ടും. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.